بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, പീസ് റേഡിയോ ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കൂട്ടുകാർക്കായി നടത്തിയിട്ടുള്ള പ്രത്യേക പരിപാടിയാണ് സ്റ്റാർ ക്വസ്റ്റ്. ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പരിപാടിയുടെ ഭാഗമായി പീസ് റേഡിയോ സംഘടിപ്പിച്ചിട്ടുള്ള പ്രഭാഷണ മത്സരം സ്റ്റാർ ക്വസ്റ്റിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. ഇന്നലെ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിന പരിപാടിയുടെ ഭാഗമായി നടത്തിയിട്ടുള്ള മത്സരത്തിൻ്റെ തുടർന്നുള്ള കുട്ടികളുടെ മത്സരങ്ങളുടെ എപ്പിസോഡുകളാണ് ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. ഈ ഒരു എപ്പിസോഡിൽ ഇന്നത്തെ മറ്റു എപ്പിസോഡുകളെ പോലെ തന്നെ ഈ എപ്പിസോഡിലും പ്രഭാഷണങ്ങൾ ധാരാളമായി നമുക്ക് കേൾക്കാനുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെയുള്ള പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുട്ടികളുടെ മനോഹരമായ അവതരണങ്ങളും രീതികളുമൊക്കെ ആസ്വദിച്ച് പോകുന്ന ഈ എപ്പിസോഡിൽ ഇന്ന് ആദ്യം നമ്മുടെ കൂടെ ചേരുന്നത് നുമ മെഹറിൻ PY. നുമ മെഹറിൻ ALP സ്കൂൾ മുണ്ടക്കുന്ന്, എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ല എടത്തനാട്ടുകരക്കടുത്താണ് ALP സ്കൂൾ മുണ്ടക്കുന്ന്. നുമ മെഹറിൻ PY 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഒരു 2ാം ക്ലാസ്സുകാരിയുടെ ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായത്തിലേക്ക് പറന്നുയർന്ന ദിനമാണ് ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോട് കൂറും സ്നേഹം നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം എന്നത് നാം ഒരിക്കലും വിസ്മയിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2025 എത്തിയപ്പോഴേക്കും ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടി കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിൽ എല്ലാം ഇന്ത്യ കുതിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നുമ നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല. അതെ, വളരെ ഗംഭീരമായ ഭയങ്കര ചടുലമായൊരു പ്രഭാഷണമാണ് കേട്ടത്. ഭയങ്കര ഉത്സാഹത്തോടെയാണ് അല്ലേ അവതരിപ്പിച്ചത്. അപ്പോൾ 2ാം ക്ലാസ്സിലൊരു കുട്ടി ഇത്രയും ഗംഭീരമായി പ്രസംഗിക്കുമ്പോൾ അടുത്ത വർഷം സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഇതുപോലെ നുമേനെ നമുക്ക് പ്രതീക്ഷിക്കാം, ഇതിലേക്കാൾ മെച്ചപ്പെട്ട് അല്ലേ. അങ്ങനെ ഓരോ അവസരങ്ങളും നന്നായി ഉപയോഗപ്പെടുത്തട്ടെ. കൂട്ടുകാരെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി മൻഹ നസീർ. മൻഹ നസീർ KSKM UP സ്കൂൾ ചെറുകുളമ്പ, മലപ്പുറം ജില്ലയിലെ ചെറുകുളമ്പയിലെ KSKM UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മൻഹ നസീർ. അപ്പോൾ മൻഹ നസീർ നമ്മൾ കരുത്തുന്നത് ഒരു മലയാള പ്രഭാഷണവുമായിട്ടാണ്. നമുക്കതൊന്ന് കേൾക്കാം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഭാരതത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യാശംസകൾ നേരുന്നു.
സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായത്തിലേക്ക് പറന്നുയർന്ന ദിനമാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചനം നേടിയത് അഹിംസയിലൂടെയും ത്യാഗത്തിൻ്റെ പാതയിലൂടെയുമാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നാടായ മക്കയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് ഹദീസുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഹദീസ് ഈ ആശയത്തിൽ അടിവരയിടുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നത് നമ്മുടെ മതപരമായ കടമ കൂടിയാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെ ജീവിതത്യാഗത്തിൻ്റെ ഫലമാണെന്ന് നാം ഒരിക്കലും വിസ്മരിക്കരുത്. 1947 നിന്നും 2025 എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടുകയറുകയാണ്. ശാസ്ത്രം, സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിൽ എല്ലാം ഇന്ത്യ കുതിക്കുന്നു. ചന്ദ്രയാനും മംഗൾയാനും ആദിത്യ L1 ഇവയുടെ നേർക്കാഴ്ചകൾ മാത്രമാണ്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. കൊലപാതകവും കള്ളിവെപ്പും സ്ത്രീപീഡനങ്ങളും സ്ത്രീധന മരണങ്ങളുമെല്ലാം തുടർക്കഥയാകുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉരുൾപൊട്ടലും ഒരു ഗ്രാമം ഒട്ടാകെ ഒലിച്ചു പോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യം ഹൃദയത്തിലേക്ക് പറയാൻ നമുക്ക് സാധിക്കണം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, മൻഹാ നസീറിൻ്റെ വളരെ മനോഹരമായ ഒരു പ്രഭാഷണമാണ് നമ്മൾ കേട്ടത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രവും ഓർമ്മയും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പീസ് റേഡിയോ പ്രഭാഷണ മത്സരം നടത്തിയിരുന്നത്. ആ വിഷയം തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ മൻഹാ നസീറിന് സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷൻസാസി ഫിൻസ് ഇൻ്റർനാഷണൽ ക്രിയേറ്റീവ് സ്കൂൾ വെങ്ങല്ലൂർ, മലപ്പുറം ജില്ലയിലെ വെങ്ങല്ലൂരിലെ ഫിൻസ് ഇൻ്റർനാഷണൽ ക്രിയേറ്റീവ് സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷൻസ. അപ്പോൾ ഷൻസയുടെ ഒരു ഇംഗ്ലീഷ് പ്രഭാഷണമാണ് മാഷ നമ്മളിങ്ങനെ കേൾക്കാൻ പോകുന്നത്. Respected my teachers and dear friends, today I am delivering a speech under the title The Independence of India and its History. On this day, 78 years ago, India, after a freedom struggling of 200 years, got free from British rule. It is an important day to remember the brave soldiers and leaders like Mahatma Gandhi, Rani Lakshmi Bai, Subhash Chandra Bose, and many others. Along with remembering them, we also conduct Independence Day festivities. On this day, Prime Minister hosts Tiranga at the Red Fort. This is followed all across the country. We also sing the national anthem, dance to patriotic songs, and celebrate this day by distributing sweets. It is also an important day to recognize our responsibility towards the nation as the future generation. Let us promise to make India proud and well known all over world. Let us be good students and good citizen for our nation.
I am concluding my speech. Thank you all. Jai Hind. പ്രിയ കൂട്ടുകാരെ, പ്രഭാഷണ മത്സരത്തിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളുടെ വ്യത്യസ്ത പരിപാടികൾ, വ്യത്യസ്ത സ്റ്റൈലിലുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന 7ലും 8ലും 9ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ പ്രഭാഷണങ്ങളിലൂടെയാണ് പോകുന്നത്. ഈ എപ്പിസോഡിൽ ഇനി അബ്ദുറഹ്മാൻ അൻവർ ഷയാണ് നമ്മുടെ കൂടെ. അൽഫിത്ര വളവന്നൂറിൽ പഠിക്കുന്ന ഒരു മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് അല്ലേ? അതെ, 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബ്ദുറഹ്മാൻ അൻവർ ഷാ. അൻവർ ഷയുടെ ഒരു ഇംഗ്ലീഷ് സ്പീച്ച് തന്നെയാണ് അല്ലേ? ഇംഗ്ലീഷ് പ്രഭാഷണമാണ് നമ്മളിനി കേൾക്കുന്നത്. Assalamu alaikum wa rahmatullahi wa barakatuh. Dear listeners of Peace Radio, my name is Abdurrahman Anwar Shah. I am a 3rd standard student in Al-Fitra, Walannur. Today, I am going to speak a few words about the memories and history of freedom. India was ruled by the British for a very long time. Our people were not free. They were treated badly and had no rights. But many brave leaders came forward to fight for our freedom. They were very strong, not with weapons, but with truth and courage. Great leaders like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose and Sardar Patel led the freedom movement. Mahatma Gandhi used non-violence to fight the British. From Kerala, many brave leaders also joined the freedom struggle. E. Moidu Maulavi, Vakkam Maulavi and K.M. Maulavi were some of them. They inspired with their words and actions. Other Kerala leaders like K. Kalappan, T. K. Madhavan and A. K. Gopalan also worked hard for our freedom. Because of their sacrifices, India became free on August 15, 1947. That is why we celebrate Independence Day every year. We should always remember their struggle and love our country. Let us be good citizens and make India proud. Jai Hind. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh. നമ്മൾ മറ്റൊരു ഇംഗ്ലീഷ് പ്രഭാഷണമാണ് ഇപ്പോൾ കേട്ടത്. അബ്ദുറഹ്മാൻ അൻവർ ഷയാണ് അവതരിപ്പിച്ചത്. അൽഫിത്ര വളവന്നൂരിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബ്ദുറഹ്മാൻ അൻവർ ഷാ. ഫ്രീഡം വിത്ത് പീസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്, സ്റ്റാർ കോസ്റ്റിൻ്റെ എപ്പിസോഡിൽ അടുത്തതായിട്ട് നമ്മൾ മുന്നിലെത്തുന്നത് AHSS പാറൽ മമ്പാട്ടുമൂല മഞ്ഞപ്പെട്ടിയിൽ നിന്നുള്ള 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നജ ഫാത്തിമയാണ്. നജ ഫാത്തിമ ഒരു മലയാള പ്രഭാഷണവുമായിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് നജ ഫാത്തിമയം. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ മലപ്പുറം ജില്ലയിലെ കൂരാട്ടിൽ നിന്നാണ് വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നാം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി. സ്വാതന്ത്ര്യത്തിൻ്റെ 77ാം വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുകയും അവരുടെ ധീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്ത്യ ഇന്ന് ഒരുപാട് മേഖലകളിൽ ഉയർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പൗരൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ്. നമ്മുടെ നാടിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുക. ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ നജ ഫാത്തിമയുടെ പ്രഭാഷണം കൂട്ടുകാരെ നമ്മൾ കേട്ടു. പ്രഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കുകയും താല്പര്യപ്പെട്ട മേഖലയിൽ കൂടുതൽ അറിവ് നേടി കൂടുതൽ നല്ല മികവ് പുലർത്തി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. പീസ് റേഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തുറന്ന അവസരമാണ് ഇതുപോലെ നൽകുന്നത്. ഈ അവസരത്തിൽ ഇനിയും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കുണ്ടാവാൻ നമ്മൾ നന്നായി പരിശ്രമിക്കണം. ഈ എപ്പിസോഡിൽ ഇനി അടുത്തൊരു പ്രഭാഷണം ഇംഗ്ലീഷ് പ്രഭാഷണമാണ് അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ഫിസാൻ ടിറ്റി. Independence Day speech. Good morning everyone, respected principal, teachers, parents and all my dear friends.
My name is Muhammad Fizan Titi. I am studying in 5th standard in Olive English Medium High School. Today I feel proud to speak a few words on this special occasion of Independence Day. Every year on 15th August, we celebrate this day with great pride and joy. It reminds us of the brave freedom fighters like Mahatma Gandhi, Bhagat Singh, Subhash Chandra Bose, Rani Lakshmibai, and many others who sacrificed their lives for the freedom of our country. We got independence from British rule in 1947, and since then this day is celebrated in every part of Indian national anthem and remember the heroes who made our freedom possible. Independence gives us the right to live freely and follow our dreams. It is our duty to protect this freedom and respect our nation. As young citizens, we must study hard, be responsible, work towards making India a better and stronger nation. Jai Hind, Jai Bharat. മുഹമ്മദ് ഫിസാനാണ് ഇംഗ്ലീഷ് സ്പീച്ച് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇവിടെ മുഹമ്മദ് ഫിസാൻ്റെ സ്കൂളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. 5ാം ക്ലാസ്സിലാന്നുള്ള വിവരം അറിയാം. അതെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണെന്ന് അറിയാം. നമ്മളെപ്പോഴും പീസ് റേഡിയോയിലേക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അതായത് നമുക്ക് ഒരുപാട് ശ്രോതാക്കൾ കേൾക്കുന്നതാണല്ലോ. അപ്പോൾ മുഹമ്മദ് ഫിസാൻ എവിടെയുള്ള ആളാണ്, ആരാണെന്ന് നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മിനിമം നമ്മളൊരു പഠിക്കുന്ന സ്കൂളിൻ്റെ അഡ്രസ്സ് നമുക്ക് കൊടുത്താൽ ആളുകൾക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ ഐഷ ലന CGM UP സ്കൂൾ കുണ്ടോട്ടിയിൽ പഠിക്കുന്നു. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഐഷ ലനയുടെ മലയാളം പ്രഭാഷണമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അന്ത്യവിഹായത്തിലേക്ക് പറന്നുയർന്ന ദിനമാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ജീവത്യാഗത്തിന്റെ ഫലമാണെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2025 എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിൽ എല്ലാം ഇന്ത്യ കുതിക്കുന്നു. ചന്ദ്രയാനും മംഗൾയാനും ആദിത്യ L1 ഇവയുടെ നേർക്കാഴ്ചകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. കൊലപാതകവും കൊള്ളിവെപ്പും സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒട്ടാകെ ഒലിച്ചുപോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രവൃത്തികളിൽ പ്രകടമാകണം. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യം ഹൃദയത്തിലേച്ച് പറയാൻ നമുക്ക് സാധിക്കണം. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഭാരതം പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണം എന്ന വ്യവസ്ഥയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യ ഉയർത്തിയ ദിനം കൂടിയാണ് ആഗസ്റ്റ് 15. നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നതിയിലേക്ക് ചുവടുവയ്ക്കാം. ഭാരതം ജൈത്രയാത്ര തുടരട്ടെ. ജാതിമത വർഗവർണ്ണ ചിന്തകൾക്കതീതമായി മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന, സഹായിക്കുന്ന ഭാരതത്തിനായി
നമുക്ക് പരിശ്രമിക്കാം എന്ന ആഹ്വാനത്തോടെ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. മാഷാ അല്ലാ. ആയിഷ ലെനയുടെ ഒരു നല്ല പ്രഭാഷണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ശേഷം ഇനി ആദിൽ മുഹമ്മദ് വിവിയാണ് മറ്റൊരു പ്രഭാഷണവുമായി GHSS മൊണ്ടേരി കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ആദിൽ മുഹമ്മദ് വിവി അവതരിപ്പിക്കുന്ന പ്രഭാഷണത്തിലേക്ക് കാതോർക്കാം. കേട്ടോളൂ. ഞാൻ ആദിൽ മുഹമ്മദ്, കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി. ഇന്ന് ആഗസ്റ്റ് 15. ആദ്യമായി എന്നെ ശ്രവിക്കുന്ന പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഓർക്കുവാനും ആഘോഷിക്കുവാനുമാണ്. വെറുമൊരു വാക്കല്ല സ്വാതന്ത്ര്യം, അത് നമ്മുടെ പൂർവികർ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വെടിയുണ്ടകളുടെയും പീരങ്കികളുടെയും മുന്നിൽ വിരിമാറ് കാട്ടി ചിന്തിയ ചോരയുടെയും വിയർപ്പിന്റെയും കണ്ണീരിന്റെയും ഫലമാണ്. 1930 ലണ്ടനിൽ നടന്ന 1ാം വട്ടമേശ സമ്മേളനത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തോക്കിൻ മുനകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മിസ്റ്റർ ജോർജ്, ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു മൈ കൺട്രി ആസ് എ ഫ്രീ മാൻ. ഇഫ് യു കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്, then you will have to give me a piece of land for my grave. ഒന്നുകിൽ എന്റെ നാടിന് സ്വാതന്ത്ര്യം നൽകുക, അല്ലെങ്കിൽ എനിക്കിവിടെ 6 മണ്ണ് തരൂ എന്ന് ബ്രിട്ടീഷ് രാജാവിന്റെ മുഖത്തു നോക്കി ഗർജിച്ച മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച ധീരസമര സേനാനി സുൽത്താൻ വാര്യൻ കുന്നൻ 1943 സെപ്റ്റംബർ 10 വെള്ളക്കാർ തൂക്കിലേറ്റിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന വെള്ളി നക്ഷത്രം വക്കം അബ്ദുൽ ഖാദർ. തന്നെ വെടിവെച്ചവനെയും വെട്ടിയിട്ട് വീരമൃത്യു പ്രാപിച്ച ഭാരതത്തിന്റെ വീരപുത്രൻ മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ. ഇങ്ങനെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മറയ്ക്കപ്പെട്ട മഹാരഥന്മാർ, ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഘാതകന്മാർ വരെ ആഘോഷിക്കപ്പെടുന്ന വർത്തമാനകാല ഇന്ത്യയിൽ നമുക്കവരെ ഓർക്കാം. ഒപ്പം ഒരുമയോടെ സ്നേഹത്തോടെ നമ്മുടെ ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാനും അതിന്റെ മഹത്തായ പാരമ്പര്യം വരും തലമുറകൾക്ക് കൈമാറാനും നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ. ആദിൽ മുഹമ്മദ് സമകാലിക ഇന്ത്യയുടെ ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ ഒരു പ്രഭാഷണം പൂർത്തീകരിച്ചത്. എന്നാലും വളരെ ഭംഗിയായിട്ട് തന്നെ ആദിൽ മുഹമ്മദ് അത് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. GHSS മുണ്ടേരി, കണ്ണൂർ ജില്ലയിലുള്ള മുണ്ടേരി GHSൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിൽ മുഹമ്മദാണ് നമുക്ക് മുന്നിൽ ഈ ഒരു പ്രഭാഷണം അവതരിപ്പിച്ചത്. ഇനി നമ്മുടെ അടുത്ത മത്സരാർത്ഥി ഇൻഷാ ഷംസ്, AMUP സ്കൂൾ മേൽമുറി സൗത്ത്, മലപ്പുറം ജില്ലയിലെ മേൽമുറി സൗത്ത് AMUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇൻഷാ ഷംസാണ്. ഇംഗ്ലീഷ് പ്രഭാഷണമാണ് അവതരിപ്പിക്കുന്നത്. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. Respected listeners, today we reflect upon a sacred legacy, the memory and history of our freedom. Freedom, this divine gift, this precious bride of dignity, was not handed to us wrapped in silk. It was forged in the crucible of sacrifice, written in the ink of blood, and carried on the shoulders of fearless souls who dreamed of a land unshaken from oppression. Every voice stitched together the tapestry of our independence. This wasn't mere political moment. They were a revolution of conscience, waves of resistance, deeply rooted in faith, justice, and hope. As Muslims, we resonate deeply with the spirit. Islam teaches us the value of liberty, not just from the physical chains, but from the chains of ignorance, injustice, and tyranny. The Prophet Muhammad ﷺ stood against injustice with unshakable resolve, teaching us that true freedom lies in submitting to none but Allah. Our nation's freedom is part of the same divine journey, the struggle to uplift the oppressed, to establish truth, to awaken dignity in every heart. Let us never reduce it to a holiday or a parade. Let it a moment of sacred remembrance, a renewal of our responsibilities as citizens and believers.
like the stories of our freedom fighters, but not by forgetting. Ignite in us a burning desire to build a nation where every child is educated, every woman is respected, and every soul is free, not just in body but in mind and spirit. Let us honor their memory not with silence but with service, not with flowers but with faithfulness, not with speeches but with sincere actions. May Allah bless our nation with unity, peace and prosperity, and may we be treasurebearers of truth, justice and compassion, the pillars upon which true freedom stands. Jazakumullahu khairan. Assalamu alaikum. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷ ഷംസ് സാധാരണ ഒരു ഇംഗ്ലീഷ് പ്രഭാഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാണാതെ പഠിച്ച് ചൊല്ലി പറയുന്നതിന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു വെറൈറ്റി നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പഞ്ചുള്ള ഒരു പ്രഭാഷണം, അതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ല തന്മയത്വത്തോടു കൂടി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ ലാംഗ്വേജിലെ ആ ഒരു ഫ്ലുവൻസി കൂടി നമ്മൾ അതിനകത്ത് കാണേണ്ട ഒരു സംഭവമാണ്. മാഷാ അല്ലാഹ്, എന്തായാലും ഉഷാറായിട്ടുണ്ടായിരുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അടുത്ത പ്രഭാഷണം അബ്റാർ അംജദ്, മലയാളം പ്രഭാഷണമാണ്. പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ എൻ പറവൂർ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് അബ്റാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹിം ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അധ്യാപകരെ, സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അബ്റാർ അംജദ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ സ്കൂൾ പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ, തത്തപ്പിള്ളി, പറവൂർ. വദക്കിരുഹും ബി അയ്യാമില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹ ദിനങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തുക. ഇത് ഖുർആനിലെ 14ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ വചനമാണ്. ഇന്ന് നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള മഹത്തായ പോരാട്ടങ്ങളെയും ത്യാഗങ്ങളെയും കുറിച്ചാണ്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് സ്വതന്ത്രമായി. പക്ഷേ ആ ദിനം ഒരു രാത്രി കൊണ്ട് വന്നതല്ല. പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെയും അനവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രക്തത്യാഗങ്ങളും കൊണ്ടാണ് ഇന്ന് നമ്മൾ അഭിമാനത്തോടെ സ്വാതന്ത്ര്യശ്വാസം വീശുന്നത്. മഹാത്മാഗാന്ധിയുടെ അഹിംസയും സത്യാഗ്രഹവും, ഭഗത് സിംഗിന്റെ ധീരതയും, സൂര്യസെൻ, തിലകൻ തുടങ്ങിയവരുടെ സമർപ്പണവും ചേർന്നാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലെത്തിയത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലെ ഇസ്ലാമിക നേതാക്കളുടെ പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. മൈസൂരിലെ സിംഹമെന്നറിയപ്പെട്ട ടിപ്പു സുൽത്താന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ മുസ്ലിം നേതാവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിന്തകനുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദും മറ്റു ഉലമാക്കളുടെയും പങ്കെല്ലാം അവഗണിച്ചുകൂടാ. അല്ലാഹു ശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. എന്തെന്നാൽ ഒരു സമൂഹത്തിന്റെ നില മാറ്റാൻ അവർ സ്വന്തം മനസ്സിൽ മാറ്റം വരുത്താതെ അല്ലാഹു മാറ്റം വരുത്തുകയില്ല എന്നതാണ്. സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നാം മാത്രം അനുഭവിക്കുന്നതല്ല, മറിച്ച് അതിനെ സംരക്ഷിക്കുകയും തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നതാണ്. ഇന്ന് നമ്മുടെ കടമ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുകയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ മൂല്യം, അതിന്റെ യഥാർത്ഥ പൊരുൾ തിരിച്ചറിഞ്ഞ് അതിനെ സംരക്ഷിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ് ഹിന്ദ്. മാഷാ അല്ലാഹ്, നോർത്ത് പറവൂർ പീസ് ഇൻ്റർനാഷണൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അബ്റാർ അംജദാണ് നമുക്ക് മുന്നിൽ ഈ ഒരു പ്രഭാഷണം അവതരിപ്പിച്ചത്. ഇനി അടുത്തൊരു മത്സരാർത്ഥി യമീൻ റാബിയ PK ആണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അടുത്തതൊരു ഇംഗ്ലീഷ് പ്രഭാഷണമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. I am Aman, studying in 8th standard at Islahia Higher Secondary School, Warangod, Malappuram.
August 15, 1947, a date etched in the heart of every Indian, marked the end of British rule and beginning of new era. We are free today, but do we remember the price of this freedom? Thousands of freedom fighters like Mahatma Gandhi, Bhagat Singh, Subhash Chandra Bose and countless unsung heroes sacrificed their life for this nation. Can we ever repay their courage? Freedom is not just a word. It is a powerful emotion. It means we can speak, dream, and live without a fear. It allows us to express our thought, follow our religion, and build a further of our choice. But with great freedom comes great responsibilities that we need to know. We fully honoring our nation by responsible citizen. Let us ask to ourselves that are we following the rules? Are we protecting our environment? Are we helping each other to grow? That is what we need to subject for us. As we know that the main leader Mahatma Gandhi was a moderate leader who supported ahimsa war through peace. It means by boycott, conflicts, it's all or apart. That we need to know is war wins land, peace wins people. So let us not take this independence only as granted. Let us salute the soldiers who protect us day and night. Let us respect our teachers, our elders, and be more united. In conclusion, Independence Day is not just a celebration. It is a reminder that freedom is hard earned and we need to preserve with care and pride. Jai Hind, Jai Bharat. Assalamu alaikum warahmatullah. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേവലം ഒരു ആഘോഷത്തിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ മഹത്വവും വിലയും തിരിച്ചറിയാൻ ഓർമ്മപ്പെടുത്തിയൊരു പ്രഭാഷണമാണ് എമിൻ റാബി എപ്പിക്ക് അവതരിപ്പിച്ചത്. എമിൻ്റെ ഇംഗ്ലീഷ് പ്രഭാഷണം നന്നായിട്ടുണ്ട്, മാഷാ അല്ലാ. നമുക്കിനി മുജാഹിദ് ആസിഫ് പൂവക്കുണ്ടിൽ അവതരിപ്പിക്കുന്ന മറ്റൊരു ഇംഗ്ലീഷ് പ്രഭാഷണമാണ്. കോടകിലെ സെൻറ് മേരീസ് സ്കൂൾ സുന്ദിക്കൊപ്പ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുജാഹിദ് ആസിഫ് പൂവക്കുണ്ടിൽ. നമുക്ക് അടുത്ത ആ ഒരു ഇംഗ്ലീഷ് പ്രഭാഷണം കേൾക്കാം. Assalamu alaikum wa rahmatullahi wa barakatuhu. Respected judges and my dear friends, freedom is never dear at any price. It is the birth of life. What could a man not pay for living? These are the words of Mahatma Gandhi, the father of our nation. And today, I feel proud to speak on the topic freedom, memories and history. Friends, freedom is the right to live with dignity, to speak without fear, to dream without limits. But let's not forget, this freedom was not given to us as a gift. It was earned with sweat, struggle and sacrifice. My dear friends, India was once a nation chained by British rule. But it was also a land of warriors, brave hearts like Subhash Chandra Bose, Bhagat Singh, Rani Lakshmibai, and millions of ordinary citizens who stood up against injustice. They didn't fight for money. They didn't fight for fame. They fought for freedom. Every drop of their blood became a seed from which our independence grew. And today, because of them, we can proudly say that we are free. But my dear friends, let us ask ourselves, are we truly valuing this freedom? Freedom doesn't just mean celebrating on 15th of August or hoisting a flag. It means respecting others, standing against wrong and using our voice for truth. It also means fighting new battles, that is against corruption, inequality and injustice. So let us remember this. History teaches us where we came from and memory reminds us of those who made it possible. And freedom is the light we must carry forward. Let us promise today we will never take freedom for granted. We will honor our heroes not just with words but with our actions. Because freedom is not just a right, it is our responsibility. Jai Hind. Assalamu alaikum. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാതന്ത്ര്യം വാക്കുകൾ കൊണ്ട് കിട്ടിയതല്ല, പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടിയതാണ്. ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം തൻ്റെ വാക്കുകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുജാഹിദ് ആസിഫ് പൂവക്കുണ്ടിൽ നന്നായിട്ട് അവതരിപ്പിച്ചു. അടുത്തൊരു മത്സരാർത്ഥി മലയാള പ്രഭാഷണവുമായിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഷിംല ഷെറിൻ പി ടിയാണ്.
മലയാള പ്രഭാഷണവും അവതരിപ്പിക്കുന്നത് GHSS വെട്ടത്തൂരിലെ +2 സയൻസ് വിദ്യാർത്ഥിനിയാണ് ഷിംല ഷെറിൻ. നമുക്ക് ആ ഒരു പ്രഭാഷണം കേൾക്കാം. ഞാൻ ഷിംല ഷെറിൻ, GHSS വെട്ടത്തൂർ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കറിയാം, 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഇരുണ്ട ചെങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ മനോഹരമായ പുലരിയിലേക്ക് ഉണർന്നെഴുന്നേറ്റ ആ മഹത്തായ സുദിനം. അതൊരു വരണ്ട ചരിത്ര സംഭവമായിരുന്നില്ല. അത് നമ്മുടെ മണ്ണിന്റെ, നമ്മുടെ ആത്മാവിന്റെ, തലമുറകളായി കാത്തുവെച്ച സ്വപ്നങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു. രക്തസാക്ഷിത്വങ്ങളുടെയും കണ്ണീരിന്റെയും ആയിരക്കണക്കിന് വീരബലിദാനങ്ങളുടെയും ഓർമ്മകളാണ് ആ ഓഗസ്റ്റ് 15 ഇത്രമേൽ ധന്യമാക്കുന്നത്. മഹാത്മാഗാന്ധി അഹിംസയുടെ പാതയിലെ അതുല്യ പ്രകാശ ഗോപുരമായിരുന്നെങ്കിൽ ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും സ്വായുധ വിപ്ലവത്തിന്റെ തീവ്രപാതയിലൂടെയാണ് മുന്നോട്ട് കുതിച്ചത്. വഴികൾ എത്ര വ്യത്യസ്തമായിരുന്നെങ്കിലും ലക്ഷ്യം ഒന്നായിരുന്നു: ഭാരതത്തെ സ്വതന്ത്രമാക്കുക, ഈ മണ്ണിനെ അഭിമാനം വീണ്ടെടുത്ത് നൽകുക. ആ ധീരരായ പോരാളികൾ ഒരു മറുചോദ്യം പോലുമില്ലാതെ തങ്ങളുടെ ജീവിതം ഈ മണ്ണിൽ അർപ്പിച്ചു. നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ സ്വാതന്ത്ര്യ നിമിഷവും അവരുടെ വിയർപ്പിന്റെയും രക്തത്തിന്റെയും ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ചരിത്രം വെറും പാഠപുസ്തക താളുകളിൽ ഉറങ്ങിക്കിടക്കുന്ന കഥകളല്ല. അത് നമ്മൾ ഓരോരുത്തരുടെയും സിരകളിൽ ആവേശം നിറയ്ക്കുന്ന അനുഭവമാണ്. ധാർമ്മികമായ മൂല്യങ്ങൾക്കും നീതിക്കും വേണ്ടി തലയുയർത്തി നിൽക്കാൻ ധൈര്യമുള്ള ഓരോ ഭാരതീയനിലും ആ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ആത്മാവ് തുടിക്കുന്നുണ്ട്. എന്നാൽ നാം ഈ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മെ നോക്കി നിൽക്കുന്നു: സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൈവരിച്ചുവോ? സ്വാതന്ത്ര്യം കേവലം അവകാശങ്ങളെ കുറിച്ചുള്ള മുറവിളി മാത്രമല്ല, അത് ഒരു മഹത്തായ ചുമതലയാണ്. ഭാവിയെ രൂപപ്പെടുത്താൻ ഓരോ പൗരനും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമാണ്. ഇത് വെറും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം കണ്ടിരിക്കാനുള്ള സമയമല്ല, മറിച്ച് ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള കർമ്മപദത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമാണ്. വെറും വാക്കുകളിൽ ഒതുക്കാതെ നമുക്കൊരുമിച്ച് പ്രഖ്യാപിക്കാം: ഈ മാറ്റം നമ്മിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനാൽ വിദ്യാർത്ഥികളായ ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും നാം ഒരുമിച്ച് കൈകോർത്ത് ചിന്തിക്കണം, പ്രവർത്തിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയെ ചരിത്രത്തിൽ നിന്ന് ഇന്നിലേക്കും നാളെയിലേക്കും എത്തിക്കുന്നത്. കേവലം ഒരു ദിനം ആഘോഷിച്ച് കടന്നു പോകാനുള്ളതല്ല സ്വാതന്ത്ര്യം. അത് ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കേണ്ട, ഊർജ്ജലമാക്കേണ്ട ഒരു അഗ്നിയാണ്. നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തെ വെറും ഒരു ആഘോഷം എന്നതിലുപരി ഒരു പുനരർപ്പണത്തിന്റെ ദിനമാക്കി മാറ്റാം. നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. നമ്മൾ ഇന്ത്യയെ സ്വതന്ത്രമാക്കിയില്ല, മറിച്ച് ഇന്ത്യ നമ്മെ സ്വതന്ത്രരാക്കി. എന്റെ പ്രിയപ്പെട്ട ഭാരതീയരെ, നാം നമ്മുടെ രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടെ ഈ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് നയിക്കാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാഷാ അല്ലാ, വളരെ ഗംഭീരമായ ഒരു പൊതുപ്രഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഡിയൻസിൻ്റെ മുമ്പിൽ എല്ലാവിധ ഗാംഭീര്യത്തോടുകൂടിയും അവതരിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് ഷിംല ഷെറിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാവരോടും പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓഡിയോ ക്ലാരിറ്റി, വോയിസ് ക്ലാരിറ്റി, ഇത് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അത് ശ്രദ്ധിക്കാതെ പോകുന്നു. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ്. വീടിനകത്ത് മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ലാതെ അതുപോലെ എക്കോ അടിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി. നോക്കി ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അവർ പ്രഭാഷണം കേൾക്കാൻ നമുക്കൊരു കാതിന് ഇമ്പം കിട്ടിയിരുന്നു എന്നുള്ളത്. പക്ഷേ ബാക്കിയെല്ലാം സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എങ്കിൽ ഇനി ഹൈഫ ടി ആണ് അടുത്തൊരു പ്രഭാഷണമായി ചേരുന്നത്. മലയാളം പ്രഭാഷണം GHS ചേരിയ മങ്കട 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഹൈഫ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നാം വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നതല്ലേ? അതെ, നമ്മുടെ രാജ്യം 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന്റെ നിറവിലാണ് നാം ഏവരും. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രവും ഓർമ്മയും എന്ന വിഷയത്തെക്കുറിച്ച് എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്കും പങ്കുവെക്കാം. ഇന്ന് നാം സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ ചുറ്റുപാടും നമ്മുടെ ഇരുനില കെട്ടിടങ്ങളും നാം സഞ്ചരിക്കുന്ന വാഹനങ്ങളുമെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് നാം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു കാലം നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. ആ ദുരിതകാലത്തേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാലോ? അതെ, 1947 ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ ദേശത്തിന്റെ ചരിത്രത്തിലെ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ഒരു ദിവസം. നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുളിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നെത്തിയ ഒരു ദിനം.
ഇന്ന് നാം ആ സ്വാതന്ത്ര്യത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നു. പക്ഷേ അതിന്റെ പിന്നിലിരിക്കുന്നു വലിയൊരു പോരാട്ട ചരിത്രം. നമ്മുടെ സ്വാതന്ത്ര്യം ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല. അനേകം സ്വാതന്ത്ര്യ സേനാനികളുടെ ത്യാഗം, രക്തം, കണ്ണുനീർ, വിശപ്പ്, തടവുകൾ, ഇതെല്ലാമാണ് ഇതിന്റെ അടിത്തറ. 1757 പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് ഇന്ത്യയിലെ മേൽക്കോയ്മ ഉറപ്പിച്ചു കൊടുത്തത് തന്നെയാണ്. തുടർന്ന് നൂറ്റാണ്ടുകളോളം ഇന്ത്യയുടെ സമ്പത്തും മാനവശേഷിയും അവർ ചൂഷണം ചെയ്തു. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായുള്ള ഒറ്റക്കെട്ടായ പ്രതിരോധം 1857 വിപ്ലവത്തിലൂടെയായിരുന്നു. ഇത് വിജയിച്ചില്ലെങ്കിലും ഇന്ത്യയിലെ ദേശീയ ബോധത്തിന് പുതുവാതിൽ തുറന്നു. മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതോടെ രാഷ്ട്രീയ സംഘർഷം പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം ദേഹോപദ്രവം ഒഴിവാക്കി അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു മുഖ്യായുധങ്ങൾ. ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ആയിരക്കണക്കിന് പേരുടെ സമരമാണ് ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം മുതൽ നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരെ ഓരോ പോരാട്ടവും നമ്മുടെ ചരിത്രത്തിലെ മഹത്തായ അധ്യായങ്ങളാണ്. സ്വാതന്ത്ര്യം ഒരു ഓർമ്മ മാത്രമല്ല, അതൊരു ഉത്തരവാദിത്വവുമാണ്. അതിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഐക്യത്തിന്റെ, സഹനത്തിന്റെ, ധൈര്യത്തിന്റെ, രാജ്യസ്നേഹത്തിന്റെ വിലയാണ്. ഇന്ന് നാം ആഘോഷിക്കുന്നത് ചരിത്രത്തിന്റെ അനന്തമായ സ്മരണ മാത്രമല്ല, അതിനെ കാത്തു സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞയും കൂടിയാണ്. സ്വാതന്ത്ര്യം നിലനിർത്താൻ ജാഗ്രതയും ഐക്യവും അനിവാര്യമാണെന്ന് നമ്മുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിച്ച് പുരോഗതിയുടെ പാതയിൽ മുന്നേറാം. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കട്ടെ. ജയ് ഹിന്ദ്. മാഷാ അല്ലാ, ഹൈഫയുടെ മലയാള പ്രഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. വളരെ ഗാംഭീര്യത്തോടു കൂടി തന്നെ ഹൈഫയ്ക്ക് അത് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മാഷ, നമുക്കൊരു 9ാം ക്ലാസ് +2-ൻ്റെയൊക്കെ പ്രഭാഷണം കേട്ടതിനിടയിൽ നമുക്കൊരു കൊച്ചു മിടുക്കിയുടെ പ്രഭാഷണമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജദുവ ആദിൽ KK, 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി. അതെ, 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. MLPS നെടുവ സൗത്ത്, മലപ്പുറം പരപ്പനങ്ങാടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ജദുവയുടെ പ്രഭാഷണം കേൾക്കാം. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നാം നമ്മുടെ 78ാം സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവിതം മുഴുവൻ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സമർപ്പിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരെ നാം ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. മൺമറഞ്ഞു പോയ ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്കു മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. മാഷാ അല്ലാ, ജദുവ ആദിൽ KK ആണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഈ ഒരു മലയാളം പ്രഭാഷണം അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രഭാഷണ മത്സരത്തിലെ വിജയികളുടെ പ്രഭാഷണങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഒരു പ്രഭാഷണമായി നമ്മളിലേക്ക് എത്തുന്നത് ഫയാസ് KS. ഫയാസ് ഇംഗ്ലീഷ് പ്രസംഗമാണ് നടത്തുന്നത് അല്ലേ? അൽ-അസ്ഹർ പബ്ലിക് സ്കൂൾ പെരുമ്പിലിച്ചിറ തൊടുപുഴയിൽ നിന്നാണ്. 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയല്ലേ ഫയാസ്? Assalamu alaikum warahmatullahi wabarakatuh. Ladies and gentlemen and a fellow citizen, today we are going to talk about a very special day in our country's history. Independence Day. Do you know what Independence Day is? It's the day when India became free from British rule and gained its freedom. A long time ago, India was ruled by the British. Our country was under their control and we didn't have the freedom to make our own decisions. But
Many brave men and women from different communities, including Muslims, Hindus, Sikhs, and others, fought for our country's independence. They sacrificed their lives, their families, and their comfort for the sake of our nation's freedom. Some of the famous freedom fighters were Mahatma Gandhi, Bhagat Singh, Rani Lakshmibai, Netaji Subhash Chandra Bose, Maulana Abul Kalam Azad, and Muhammad Ali Jinnah. They were like superheroes fighting for our country's rights and freedom. On August 15, 1947, India finally became independent. We got our freedom and we could make our own decisions. This day is very special for us and we celebrate it every year with great enthusiasm. As we celebrate Independence Day, let's remember the sacrifices of our freedom fighters. Let's be proud of our country's history and culture. Let's promise to work hard and make our country a better place for everyone, regardless of our religion, caste, or creed. Jai Hind wa alaikum salam. May peace be upon you all. May Allah guide us on the right path. Amin birahmatika ya arhamar rahimin. Assalamu alaikum wa rahmatullahi wa barakatuhu. മാഷാ അല്ലാ. ഫയാസ് കേസ് അല്ലേ, ഇംഗ്ലീഷ് പ്രഭാഷണം വളരെ ഒരു വെറൈറ്റി പ്രഭാഷണം നമുക്ക് കേൾക്കാൻ പറ്റി. നന്നായി അവതരിപ്പിച്ചു. ഒരുപാട് കുട്ടികളുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ശൈലികളിലുള്ള പ്രഭാഷണങ്ങളുടെ ഒരു ശൃംഖലകളാണ് ഈ ഒരു എപ്പിസോഡ് കൂടി അവസാനിക്കുന്നത് അല്ലേ? അതെ. നമുക്കിനി ഒരു പ്രോഗ്രാം കൂടി എപ്പിസോഡിൽ ബാക്കിയുണ്ട്. ഒരാളെ കൂടെ പ്രഭാഷണം കൂടി നമുക്ക് കേൾക്കാൻ ബാക്കിയുണ്ട്. ആയിഷ നവ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ എരുമമുണ്ട് അല്ലേ? എരഞ്ഞിമങ്ങാട് തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് എരഞ്ഞിമങ്ങാട് എരുമമുണ്ട HSS നിന്ന് പഠിക്കുന്ന ഐഷ നവയുടെ ഒരു മലയാള പ്രഭാഷണം കൂടിയാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയും ചരിത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുടെ മുൻപിൽ 2 വാക്ക് സംസാരിക്കാൻ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. അധിനിവേശത്തിന്റെ കാഴ്ചകളെ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് അനന്ത വിഹായസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ആഗസ്റ്റ് 15. വിദേശശക്തിയുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ ദിനം, ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മളിൽ പ്രകടമാകുന്നു. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവിത ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും അതുപോലെ തന്നെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് മിസ്റ്റർ ജോർജ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ ഇന്ത്യയിൽ 6 അടി മണ്ണ് തരൂ എന്ന് ബ്രിട്ടീഷ് ചക്രവർത്തിയോട് വിരൽ ചൂണ്ടി ഗർജിച്ച മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയും ഇവരെയൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 2025 ഇന്ത്യ ഏറെ വളർന്നു. അഹിംസയിൽ ഊന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീ പീഡനങ്ങളും തുടർക്കഥയാകുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമുക്കറിയാം, ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയപ്പോഴും നമ്മുടെ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും ഒറ്റക്കെട്ടായി നിന്നതും നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ ഇന്ത്യ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം.
അങ്ങനെ ലോകത്തിലെ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിൽ തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ആഗസ്റ്റ് 15. ഭാരതത്തോടുള്ള അഭിമാനം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയും എന്റെ സഹോദരന്മാരാണ് എന്ന് നാം 1000 വട്ടം പ്രതിജ്ഞ ചെയ്താലും നാം യഥാർത്ഥ ഇന്ത്യക്കാരാവില്ല. ദേശീയഗാനം പാടുമ്പോഴും ദേശീയപതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രതിധ്വനികളായി മാറണം. നമുക്ക് നല്ല മനുഷ്യരാകാം. അഴിമതികളും ഭിന്നതകളും ഇല്ലാത്ത ഇന്ത്യയാണ് എന്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പേസ് റേഡിയോ സംഘടിപ്പിച്ചിട്ടുള്ള ഫ്രീഡം വിത്ത് പേസ് പ്രസംഗ മത്സരം അല്ലേ, അതിൻ്റെ അവസാന എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കൂട്ടുകാരോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ എപ്പിസോഡുകളിലൂടെ അതാത് സമയങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് കുറച്ചുകൂടി ഒന്നി പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ചാൻസ്, സാധാരണ ഇതുപോലെ പ്രസംഗ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കുക, അതിനുള്ള ശ്രമം, അതിന് നമ്മൾ നടത്തുന്ന എഫേർട്ടൊക്കെ ഒരുപാട് നടത്തേണ്ടി വരും. ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ കുറേ ശ്രമങ്ങൾ നടത്തണം ഒരു മീഡിയ ചാനലൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പം കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു മീഡിയ ചാനലാണ് പീസ് റേഡിയോ. ആ പീസ് റേഡിയോ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുമ്പോൾ അത് ഒരു ഫ്രീ എന്താ പറഞ്ഞാൽ അത്രയും എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു വോയിസ് ഒരു മീഡിയയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി വേ ആണ് ഈ സ്റ്റാർ ക്വസ്റ്റ് എന്നുള്ള പീസ് റേഡിയോ. നമ്മളെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് ബോധപൂർവം കൊണ്ടുവന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു കുട്ടിക്കും അവരുടെ അവസരം കിട്ടാതെ എന്ത് ചെയ്യാൻ പാടില്ല, അവൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു പോകരുത്. അതെ. അപ്പോൾ അതിനെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ, ഇത് ശരിക്കും നമുക്ക് രക്ഷിതാക്കളോടാണ് നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കേണ്ടത് അല്ലേ. ഇത് കേൾക്കുന്ന ശ്രോതാക്കളിൽ രക്ഷിതാക്കൾ ഉണ്ടാവുമെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ മക്കളെ ഇത്തരം അവസരങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുത്തി അവരെ ഈ ഒരു മേഖലയിലേക്ക് അവരുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും നല്ല ഉചിതമായ അവസരങ്ങളാണ് ഇതുള്ളത്. എല്ലാവരും പ്രഭാഷകന്മാരായി തീരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. കാരണം അവനവൻ്റെ ആശയം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന ഒരാളും ആ ഒരു ഇത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ പ്രസംഗത്തിൻ്റെ സ്റ്റൈൽ മാത്രമല്ല, അല്ലാത്ത നിലക്കും ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരാളെ കൺവിൻസ് ചെയ്യാൻ, തൻ്റെ മനസ്സിലൊരു ആശയം പ്രകടിപ്പിക്കാനുള്ളൊരു സ്കില്ല് കൂടി അതിലൂടെ നേടിയെടുക്കുന്നുണ്ട്. പ്രസംഗത്തിൻ്റെ സ്കില്ലൊരു ഭാഗത്ത് അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ ഒരു ഉള്ളിലുള്ള ഒരു മെസ്സേജിനെ മറ്റൊരാളിലേക്ക് അത് ഹൃദ്യമാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് കൺവേ ചെയ്യണം. അപ്പോൾ അതുകൂടിയും ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുപ്പിക്കുക, അതിന് പ്രചോദനം കൊടുക്കുക, ഇതൊക്കെയാണ് രക്ഷിതാക്കൾ നിലനിൽക്ക് ചെയ്യേണ്ട കാര്യം. എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ പറയാനുള്ളത് ഇത്തരം അവസരങ്ങളെ നമ്മൾ പരമാവധി നമ്മളുടെ മക്കൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് രക്ഷിതാക്കളോടും, അതുപോലെ തന്നെ ഇങ്ങനത്തെ അവസരങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇതിൻ്റെ ഒരു പരസ്യങ്ങൾ ആഡുകൾ വരും ഇതിൻ്റെ സമയമാവുന്ന സമയത്ത്. അത് കാണുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളും ഇത്തരം അവസരങ്ങൾ കാണുമ്പോൾ ഇതിലേക്ക് പങ്കെടുക്കാൻ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് തന്നെ അവരിലേക്കൊക്കെ ഈ ഒരു മെസ്സേജ് എത്തിച്ചുകൊണ്ട് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കൂടുതൽ നന്മയുടെ വഴിയിലേക്ക് നമ്മൾ ഇത്തരം സംരംഭത്തോടു കൂടി ചേർന്ന് പോകുമ്പോൾ നന്മയിലേക്ക് കൂടിയാണ് നമ്മൾ എത്തുന്നത് എന്നൊരു പൂർണ്ണ ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും, അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി പീസ് റേഡിയോയുടെ പേരിലും നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, തബാറക്കല്ലാ. ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞത് സ്റ്റാർ ക്വസ്റ്റ്. ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുത്തത് നുമാ മെഹറിൻ, PY, മൻഹാ നസീർ, ഷൻസാസി, അബ്ദുറഹ്മാൻ അൻവർ ഷാ, നജാ ഫാത്തിമ M, മുഹമ്മദ് ഫിസാൻ TT, ആയിഷ ലനാസി, ആദിൽ മുഹമ്മദ് VV, ഇൻഷാ ഷംസ്, അബ്രാർ അംജദ്, യമിൻ റബിയ PK, മുജാഹിദ് ആസിഫ് പൂവക്കണ്ടിൽ, ഷിംല ഷിറിൻ PT, ഫൈഹ T, ജദ ആദിൽ KK, ഫയാസ് KS, ആയിഷ നവ. കൂടെ പീസ് റേഡിയോ പ്രതിനിധികൾ അബ്ദുസലാം VT, മൂസ PP.